സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഗർ ഞെട്ടിക്കുന്ന രഹസ്യം സുജാതയോട് പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോവാണ് സുജാത. മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി തനിക്ക് അവളെ എത്രമാത്രം കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം മാത്രം സാഗറിന് അറിഞ്ഞുകൂടാ. സുജാത പറഞ്ഞ് മക്കൾ ആരെങ്കിലും അക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് അതെങ്ങനെ താങ്ങാൻ കഴിയും, സുജാതയ്ക്ക് എങ്ങനെ കഴിയും, തൻ്റെ മകൾക്ക് എങ്ങനെ അത് താങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ സാഗറിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ തൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോകുമെന്നുള്ള പേടി കൂടിയുണ്ട് കേട്ടോ സാഗറിന്. പക്ഷെ സാഗർ ഒരു കാര്യം മാത്രം മറന്നു, തൻ്റെ കുടുംബത്തിന് എപ്പോഴൊക്കെ തർക്കമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ദേവിയെ പോലെ താങ്ങി നിർത്തി അത് വീഴാതെ കൊണ്ടുപോയവളാണ് കൺമണി. അതുകൊണ്ട് ഇനിയും അതുണ്ടാകണമെന്നുള്ള കാര്യം സാഗർ മറന്നു പോവാണ്. അന്നൊക്കെ അവളെ ആരും ക്ഷണിച്ചിട്ടല്ല കൺമണി ആരെയും രക്ഷിച്ചത്. ഒരു നിമിത്തം പോലെ കൺമണി വന്നു ചേരുകയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, സാഗറിനും കുടുംബത്തിനും എത്രമാത്രം നന്മയുണ്ടോ അത്രയും നന്മയോ അതിലധികമോ നന്മയുള്ളവളാണ് കൺമണി. അതുകൊണ്ടാണ് ഈശ്വരൻ ആ കുടുംബാംഗങ്ങളെ കൂട്ടിമുട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ആ കുടുംബത്തിലേക്ക് അവൾ ചെന്നു കയറാനും പോകുന്നത്. സാഗർ ആ കാര്യം പറയുമ്പോൾ സുജാതയ്ക്ക് ഇനി കൃഷ്ണനെ പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്നുള്ള വിചാരമൊന്നും സാഗറിന് ഉണ്ടാവുന്നില്ല. തൻ്റെ മനസ്സ് പോലെ തന്നെയാണ് സുജാതയുടെയും എന്നുള്ള ചിന്തയാണ് സാഗറിന്. കൺമണി ആ കുടുംബത്തിൽ ചെന്നു കയറിയാൽ പിന്നെ എല്ലാം അവൾ തന്നെ ശരിയാക്കും. എല്ലാ കാര്യത്തിനെക്കുറിച്ചും നല്ല അറിവും ഏറ്റവും പക്വതയുള്ളവളാണ് കൺമണി. സുജാതയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ അവൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ആ കുടുംബത്തെ നശീകരണത്തിൽ നിന്നും എല്ലാവരുടെയും മനസ്സും ക്ലിയർ ആക്കി കൊടുക്കുന്നുട്ടോ കൺമണി. ആൻറ്റിയമ്മയാണെങ്കിലും ആദ്യമൊക്കെ ദേഷ്യം കാണിക്കുന്നുണ്ടാവും. എന്നാൽ പതുക്കെ പതുക്കെ അവളുടെ സ്വഭാവം അറിഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സ് മാറാതെ തന്നെയാണ് സാധ്യത. മാനസ് ജയമോഹനെ കൂട്ടുപിടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയ പദ്ധതി തുടങ്ങാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് അവർ. അതിനായിട്ട് ജയമോഹൻ്റെ സഹായം ചോദിക്കുന്നുണ്ട് മാനസ. എന്തു തന്നെയായാലും കല്യാണത്തിന് എന്തെങ്കിലും കുഴപ്പം ഒപ്പിക്കാനായിരിക്കും പദ്ധതി ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ ധനലക്ഷ്മിയെ ചാക്കിട്ട് പിടിക്കാൻ മനോജിനെ ജാമ്യത്തിൽ ഇറക്കാനും ധനലക്ഷ്മിക്ക് ഇതിൽ കൂടുതൽ ദേഷ്യം കൺമണിയോട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനലക്ഷ്മിയാണെങ്കിൽ എല്ലാം കൺമണിയുടെ വിവാഹം നടക്കാതിരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് മനോജിന് വേണ്ടിയുള്ള സങ്കടമൊന്നുമല്ല, ആ സ്വർണം കൊണ്ടുപോയത് കൊണ്ടാണ്. പക്ഷേ അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, അപ്പോൾ ശ്രീനിയൊക്കെ കാണിക്കാനായിരിക്കും സങ്കടം അഭിനയിക്കുന്നത്. എന്തായാലും അത് ഉടനെ തന്നെ അറിയാനും സാധ്യതയുണ്ട്. സുജാത അതറിഞ്ഞതിൽ പിന്നെ കൃഷ്ണനോടുള്ള സ്നേഹത്തിൽ കുറച്ച് അകലം വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കൃഷ്ണ സുജാത അടുത്തേക്ക് വന്നപ്പോൾ തലോടി തരാൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ മനസ്സാതെ ഒന്ന് തൊട്ടു എന്ന് ഭാവിച്ച് യാതൊരു സന്തോഷമില്ലാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് സുജാത. സുജാതയുടെ മനസ്സൊന്നും അറിഞ്ഞിട്ടില്ല. പെറ്റമ്മയെക്കുറിച്ച് എന്തോ കാരണം കൊണ്ട് വർണ്ണിക്കുന്നുണ്ട് കേട്ടോ കൺമണി സുജാതയോട്. ഈ ലോകത്ത് അമ്മയുള്ള എല്ലാ മക്കളും ഭാഗ്യം ചെയ്തവരാണെന്നും പെറ്റമ്മ എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ കാര്യമാണെന്നും പറയുന്നുണ്ട്.